കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് നേതൃത്വത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് വീണ്ടും ഒരു രാജി കൂടി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ഒ.പി. കൃഷ്ണകുമാരിയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CPM-വുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ജില്ലയിൽ നിന്ന് രാജിവെക്കുന്ന 9ാമത്തെ നേതാവാണ് കൃഷ്ണകുമാരി. വെള്ളിനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിയെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെള്ളിനേഴി പഞ്ചായത്തിൽ കോൺഗ്രസ് സീറ്റ് BJP അനുഭാവിക്ക് നൽകി സ്വതന്ത്ര വേഷം കെട്ടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയാക്കി. അതിനെതിരെ അന്നു തന്നെ പ്രതിഷേധിച്ചു. എന്നാൽ അവഗണനയായിരുന്നു ഫലം. സ്വന്തം സീറ്റ് നൽകി BJP അംഗത്തെ സൃഷ്ടിച്ചു. DCC അംഗത്തിന്റെ ഒത്താശയോടെ ആയിരുന്നു അത്. 2ാം വാർഡിൽ സംയുക്ത സ്ഥാനാർത്ഥി ജയിച്ചു. BJP-യുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് പലതവണ നേതൃത്വത്തോട് സൂചിപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. 2014 മുതൽ സഹകരണ ബാങ്കിൽ താൽക്കാലിക ജോലിക്കാരിയാണ്. നേതൃത്വം അവഗണിച്ചതിനാൽ ജോലി രാജിവെച്ചു. എന്നിട്ടും ആരും കാര്യമെന്തെന്ന് അന്വേഷിച്ചില്ല. ഇതോടെയാണ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. 3 തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. വെള്ളനേഴിയിലെ 13 വാർഡിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും കൃഷ്ണകുമാരി പറയുകയുണ്ടായി. സമീപ പഞ്ചായത്തായ പൂക്കോട്ടുകാവിൽ 5 വാർഡിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് BJP സംയുക്ത സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ നേതാക്കളുടെ രാജിയിൽ ഞെട്ടിനിൽക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ 1 മാസത്തിനിടെ ഷാഫി പറമ്പിൽ VD സതീശൻ കോക്കസിലും സംഘപരിവാർ ബന്ധത്തിലും അതൃപ്തി അറിയിച്ചും മനസ്സ് വേദനിച്ചും കോൺഗ്രസ് വിട്ട് ഇറങ്ങിപ്പോയത് സംസ്ഥാന നേതാക്കളടക്കം 9 പേരോളമാണ്. ഷാഫി പറമ്പിലിനും VD സതീശനും ഏകപക്ഷീയമായി പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലും ഇവരുടെ BJP ബന്ധത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് നേതാക്കൾ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ ഒ.പി. കൃഷ്ണകുമാരിക്ക് പിന്നാലെ വേറെയും നേതാക്കൾ ഉടൻ തന്നെ പാർട്ടി വിടുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിനു വേണ്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ AK ഷാനിബ് കോൺഗ്രസ് വിട്ടത്. ഡോക്ടർ P. സരിന് ശേഷം ജില്ലയിൽ കോൺഗ്രസ് വിടുന്ന 2ാമത്തെ നേതാവായിരുന്നു ഷാനിബ്. ഷാനിബിന് പിന്തുണ നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പാലക്കാട് മുൻ മണ്ഡലം പ്രസിഡന്റായ PG വിമൽ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസ് പിരിയാരി മണ്ഡലം സെക്രട്ടറിയായ G. ശശിയും ഭാര്യയും പിരിയാരി പഞ്ചായത്ത് അംഗവുമായ സിത്താരയും അതേ പഞ്ചായത്തിലെ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ K. സുരേഷും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ഈസ്റ്റ് മണ്ഡലം മുൻ പ്രസിഡന്റായ ഹക്കീം കൽമണ്ഡവും യൂത്ത് കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് P. നസീഫ് പാലക്കഴി എന്നിവരും പാർട്ടി വിട്ടിരുന്നു. ഇതിനിടയിൽ DCC ജനറൽ സെക്രട്ടറി DY ഷിഹാബുദ്ദീനും നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. പാർട്ടി വിടുന്നവർക്ക് നേരെ സൈബർ ആക്രമണങ്ങൾക്ക് പുറമെ ശാരീരിക ആക്രമണവും ഉണ്ടായിരുന്നു. ഡോക്ടർ P. സരിനെ പിന്തുണച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടതിന് യൂത്ത് കോൺഗ്രസ് നെന്മാറ നിയോജക മണ്ഡലം സെക്രട്ടറിയായ ശ്രീജിത്ത് ബാബുവിനെ ഷാഫി പറമ്പിലിന്റെ അനുയായികൾ മർദ്ദിച്ചതായും ആരോപണമുണ്ടായിരുന്നു.